ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഖത്തർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വ്യവസ്ഥ തന്നെയാണ് ഖത്തറും മുൻപോട്ട് വെച്ചത്. വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് പിടിയിലുള്ള ഇസ്രായേൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുന്നതും കരാറിന്റെ ഭാഗമായി ഖത്തർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ ഇസ്രായേലിനും ഹമാസിനും സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില നിർദ്ദേശങ്ങൾ ഇവയാണ്. വെടിനിർത്തൽ നിലവിൽ വരുന്ന ആദ്യ ദിവസം തന്നെ ഹമാസ് 8 ഇസ്രായേൽ ബന്ദികളെ ഇസ്രായേലിന് കൈമാറണം. കൂടാതെ വെടിനിർത്തലിന്റെ 50-ാം ദിവസത്തിൽ 2 പേരെ കൂടെ മോചിപ്പിക്കണം. ഇതിനിടയിൽ ഹമാസ് തടവിൽ കൊല്ലപ്പെട്ട 18 ബന്ദികളുടെ മൃതദേഹങ്ങൾ 3 ഘട്ടങ്ങളായി ഹമാസ് ഇസ്രായേലിന് കൈമാറണം. ഇത്രയും നിർദ്ദേശങ്ങളാണ് ഖത്തർ ഇരു കൂട്ടർക്കും മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഖത്തറിന്റെ വെടിനിർത്തൽ നിർദ്ദേശം വിശാലമായ ചർച്ചയ്ക്കുള്ള അടിസ്ഥാനമെങ്കിലും ഹമാസുമായി വീണ്ടും ചർച്ചകൾ തുടങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഇസ്രായേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഈ വെടിനിർത്തൽ നിർദ്ദേശം മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇടനിലക്കാരായ ഖത്തറും ഈജിപ്തും വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇസ്രായേലിനെയും ഹമാസിനെയും അറിയിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖത്തർ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേലിനെയും ഹമാസിനെയും സമീപിച്ചിരിക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്.